കാണുന്നതാണ് ആ കിണറിന്റെ അടയാളം. അപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് ആദ്യമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി 1980 വരെ നൂറ്റാണ്ടുകളായി പള്ളി പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്ന് നിലകൊള്ളുന്ന ഈ പള്ളി പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചതാണ്. 1984 സൗദി രാജാവ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇന്ന് കാണുന്ന പള്ളി. അങ്ങനെ 2023 മാർച്ചിൽ ഖുബാ പള്ളിയുടെ മേൽനോട്ടത്തിനും നടത്തിപ്പിനും ഇസ്ലാമിക കാര്യ ദഅ്വ മാർഗനിർദ്ദേശ മന്ത്രാലയത്തിൽ നിന്ന് അൽ മദീന മേഖല വികസന അതോറിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. രണ്ട് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് വുളു എടുത്തതിന് ശേഷം നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഏത് സമയത്തും ഇവിടെ ഉണ്ടായി തിരക്കാണ്. മസ്ജിദുൽ ഖുബയുടെ അകത്താണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. 1984 പുനർനിർമ്മിച്ച ഈ പള്ളിയിൽ 7 പ്രധാന പ്രവേശന കവാടവും 4 സമാന്തര മിനാരങ്ങളും കാണാം. പള്ളിയുടെ മുകളിലൂടെയുള്ള വീക്ഷണകോണിൽ നിന്ന് ചുറ്റുമുള്ള 56 മിനി താഴികക്കുടങ്ങളും എന്നിങ്ങനെ നിരവധി പുതിയ മാറ്റങ്ങളും കാണാം. ഭൂരിഭാഗവും സ്ഥലങ്ങളും വെള്ള മാർബിളുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ കാണാം. മസ്ജിദുൽ ഖുബയുടെ ഈ ചുറ്റുഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താ മനോഹരമായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പുറകുവശം ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. കാർ പാർക്കിംഗ് P200 അതുപോലത്തെ പല സൗകര്യങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു മോതിരം കിണറിലേക്ക് വീണതിന് ശേഷം അവസാനം ആ മോതിരം ഇതുവരെ കിട്ടാത്ത ഒരു മോതിരമായി ഇവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ കിണർ മൂടി അപ്പോൾ അതിൻ്റെ ഒരു അടയാളം പോലെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആ കിണറിന്റെ അടയാളം. അപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ വെൽസ് ലിങ്ക് ബാക്ക് ദി ഇസ്ലാമിക് ടൈം. മസ്ജിദുൽ ഖുബയിലെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിന്റെ പുറകു വശമുള്ള കാഴ്ച അൽ റഹീബ സ്ക്വയർ जनरल इंस्ट्रक्शन. अंसार भाई, ये मस्जिद का क्या इम्पोर्टेंट मस्जिदुल कुबा का? ये मस्जिदुल कुबा नबी सल्लल्लाहु अलैहि वसल्लम जब हिजरत करके मक्का से मदीना आए थे, तो इसी मस्जिद में जहाँ मस्जिद बना हुआ है, इसी मस्जिद में ऊँट उनके ऊँट से उतरे थे. तो सहाबियों ने जब नबी सल्लल्लाहु अलैहि वसल्लम आए थे तब सहाबी ने उस वक्त इस्लाम कबूल किए थे. तो उसी के याद में सहाबियों ने नबी सल्लल्लाहु अलैहि वसल्लम के याद में इस मस्जिद को बनाया गया कि मस्जिद. और इसी मस्जिद के कॉर्नर में दाएं साइड में एक कुआं था जिसमें नबी सल्लल्लाहु अलैहि वसल्लम का रिंग गिरा था, अंगूठी. उसमें उसको रिंग वेल भी बोलते हैं ऐसे हिस्टोरिकल प्लेस के तौर पे. तो उस वक्त नबी सल्लल्लाहु अलैहि वसल्लम के दाएं बाएं 2-3 सहाबी और भी थे, जैसे हजरत अबू बकर, हजरत उस्मान और हजरत उमर फारूक. और सब वो रिंग एक दूसरे को देखते देखते ही वो नीचे चले गए थे कुआं में, जो आज तक किसी को नहीं मिला था. तो वो कुआं के अंदर ही आज तक है. वो कुआं को बंद कर दिया गया, हिस्टोरिकल प्लेस बना दिया. നമ്മളെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ കണ്ട പല പല ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ വരുന്നത്. എല്ലാ നേരത്തും തിരക്കാണ് ഇവിടുത്തെ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ആൾക്കാരാണ്. മസ്ജിദുൽ ഖുബയുടെ പുറത്ത് നമുക്ക് നല്ലൊരു കല്ല് ഇട്ട ഒരു മൈതാനം കാണാം. അതായത് പഴയ കാലത്ത് നമസ്കരിച്ച ആ ഓർമ്മക്ക് വേണ്ടിയിട്ടുള്ള ഈ കല്ലുകളാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കരിങ്കല്ല് കൊണ്ട് തിരിച്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കൊണ്ട് തിരിച്ച് അപ്പോൾ ഇതാണ് കല്ല്. ഈ കല്ലിൻ്റെ മുകളിലാണ് നിസ്കരിച്ചുകൊണ്ടായിരുന്നത്. അതായത് അക്കാലത്ത് കാർപ്പറ്റ് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് നിസ്കരിച്ചത്. അതിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി, അതായത് മസ്ജിദുൽ ഖുബയുടെ ഫ്രണ്ട് ഭാഗത്തായി ഇതിങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് ആദ്യം വന്നതാണ് മസ്ജിദുൽ ഖുബയിലേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നമുക്ക് കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ കൂടി നമുക്ക് കാണാം. ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ഇതിലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ വീഡിയോകളാണ് വരുന്നത്.